Hello, good morning. Good morning, ma'am. Good morning. ബാക്കിയുള്ളവരൊന്നുമില്ല. ഗുഡ് മോർണിംഗ് പറയാം. സൗണ്ട് കേൾക്കട്ടെ നിങ്ങളെ. കുറച്ചും കൂടി നമ്മള് അക്കാഡമിക്കലി അല്ലെ, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ വൈസ് കുറച്ചുകൂടി നമ്മൾ മെച്ചുവേർഡ് ആയി, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി. ദാറ്റ് ഈസ് വൈ വി ആർ ഗോയിങ് ടു ലേൺ HRM PG. അപ്പൊ നമ്മൾ PG കോഴ്സിലേക്ക് വന്നേക്കാണ്. സോ അതിൻ്റെതായ ഒരു എന്താ പറയാ ഡെവലപ്മെന്റ് വി ഹാവ് ടു ഷോ ഇൻ യുവർ ക്യാരക്ടർ, യുവർ പേഴ്സണാലിറ്റി, and your value and your attitudes. Like we are going to learn a chapter about the personality, value and attitude in human resources. Okay, നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ചാപ്റ്റർ അതാണ്. അപ്പൊ നമ്മൾ അതനുസരിച്ച് അഡ്വാൻസ്ഡ് ആകണം അല്ലെ, കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആകണം. കുറച്ചും കൂടി നമ്മള് ഡിപ്ലോമയിൽ പഠിച്ച പോലെ, അല്ലെങ്കിൽ ഡിപ്ലോമയിൽ ശരി ഓക്കെ നമുക്ക് ഇതിന്റെ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എടുക്കാൻ വേണ്ടി നമ്മൾ നേരെ പഠിക്കാനൊക്കെ ഒരുപാടുണ്ട്. ആ പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഷെയർ ചെയ്തിരുന്നു. നൗ യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. എന്തൊക്കെയാണ് നമ്മൾ അവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ഡിപ്ലോമയിൽ പഠിച്ചത്, അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചിന്തിച്ച് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു പൊസിഷനിലേക്ക് വരണം. ബിക്കോസ് യു ആർ നൗ PG സ്റ്റുഡൻസ്. ഇപ്പൊ നമ്മള് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആണ്, അതിലെ ഡിപ്ലോമ കഴിഞ്ഞു. അപ്പൊ ആ ലെവലിലേക്ക് നമ്മൾ എല്ലാ രീതിയിലും മാറിയിരിക്കണം. വേണ്ടേ? വേണോ? നിങ്ങൾ പറയണം. ഇപ്പൊ നമ്മള് ചെറിയ ക്ലാസ്സിലൊക്കെ, അപ്പൊ 10th വരെയുള്ള ക്ലാസ്സിലൊക്കെ നമ്മൾ കുട്ടികളെ ഇങ്ങനെ അടുത്തും ചിട്ടയും പഠിപ്പിച്ച് ഇങ്ങനെ ചൂരിലും മറ്റൊക്കെ കാണിച്ച ഒരു കാലഘട്ടത്തിലാണ് കേട്ടോ. ഇപ്പൊ ചൂരിലൊന്നുമില്ല, ഇവിടെ കണ്ണൂരിക്ക് പഠിപ്പിച്ചൊക്കെ നമ്മൾ അവരെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോയിരുന്നു. പക്ഷെ നമ്മള് +2ലേക്കും അതുപോലെ അത് കഴിഞ്ഞ് കോളേജിലേക്കൊക്കെ വരുമ്പോ നമ്മളുടെ എന്താ പറയാ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന രീതി മാറും. മനസ്സിലായോ? കാരണം അവരെ ആ രീതിയിലേക്കാണ് അവരെ ഇങ്ങനെ LKG അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടുപിടി പഠിപ്പിച്ച കുരുട്ടിക്ക് ഇരുത്തുന്നത് പോലെയുള്ള ആ ഒരു രീതി വേണ്ട. കുറച്ചുകൂടി ഫ്രീ ആകും. ഇല്ലേ? അങ്ങനെയല്ലേ? നിങ്ങൾക്ക് +2ലും അതുപോലെ തന്നെ എന്താ പറയാ കോളേജസിലൊക്കെ പഠിച്ചവരായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ യു ക്യാൻ ഫൈൻഡ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് അക്കാഡമിക്കില് ആ സ്റ്റുഡൻസ് ആയിരുന്ന പല ഘട്ടങ്ങളിൽ ഉണ്ടായ ടീച്ചേഴ്സിന്റെ സമീപന രീതികളൊക്കെ മനസ്സിലായിട്ടുണ്ടാകാം അല്ലെ? അപ്പൊ അതനുസരിച്ച് തന്നെയാണ് ഇവിടെയും നമ്മള് ഡിപ്ലോമ കഴിഞ്ഞു. ഡിപ്ലോമയിൽ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാറ്റഗറീസ് നമ്മൾ തരംതിരിച്ചൊക്കെ പഠിച്ചു അല്ലെ? അവരുടെ റിക്രൂട്ട്മെന്റ് സംബന്ധമായ കാര്യങ്ങൾ, അവരുടെ ട്രെയിനിങ്, അവരുടെ സെലക്ഷൻസ്, അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ് അപ്രൈസൽ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ആൻഡ് ഓൾസോ അവരുടെ ഗ്രീവാൻസസ്, അവർക്കുണ്ടാകുന്ന പരാതികൾ, പരിഭവങ്ങൾ, ഡിസ്കണ്ടന്റ്മെന്റ്, താല്പര്യക്കുറവ് അല്ലെങ്കിൽ സംതൃപ്തിയില്ലായ്മ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോന്നു. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഹ്യൂമൻ റിസോഴ്സുമായിട്ട് എംപ്ലോയീസ്, ദേ ആർ ദ സ്ട്രെങ്ത് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ സ്ട്രെങ്ത്, ഒരു നല്ല ആരോഗ്യം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള എംപ്ലോയീസ് ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലെ? ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി ഇപ്പൊ വേണോ അപ്പൊ വേണോ എന്ന് ചിന്തിച്ച് നടക്കുന്ന, വളരെ എന്താ പറയാ എനർജി ഒന്നും ഇല്ലാതെ, ഒരു എന്താ പറയാ സ്മാർട്ട് ആയിട്ടല്ലാതെ, എന്തെങ്കിലും ആരുടെയൊക്കെ ഫോഴ്സ്ഫുള്ളി ആരെങ്കിലും കുന്തി തള്ളി ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തീർത്തു പോകുന്നു എന്നുള്ളതല്ലാതെ എല്ലാം അല്ലെ അങ്ങ് കൃത്യമായിട്ട് സ്മാർട്ടായിട്ട്, എനർജറ്റിക് ആയിട്ട്, അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനെയാണ് ഏത് ബിസിനസ് ഓർഗനൈസേഷന്റെയും സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന്, ഡെവലപ്മെന്റിന് ഏറ്റവും അത്യാവശ്യമുള്ളത് അല്ലെ? അങ്ങനെ ഒരു കൂട്ടം നല്ല സ്മാർട്ടായ, എനർജറ്റിക് ആയിട്ടുള്ള 100-110 നിൽക്കുന്ന എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എത്രയും പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ, ആളുകളുടെ ഇടയിൽ ഒരു നല്ല ഗുഡ് വിൽ ഉണ്ടാക്കിയെടുക്കാൻ അധികം സമയത്ത് വേണ്ട. മനസ്സിലായോ? അപ്പൊ they have to deal with the different types of customers. So while they are working in an organization, ഈ ഓർഗനൈസേഷനിൽ ജോലി എംപ്ലോയീസിന് പല രീതിയിലുള്ള കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യേണ്ടി വരും. അവരെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അവരോട് എങ്ങനെ എന്താ പറയാ കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുന്നു അല്ലെ? ഒരു ഓർഗനൈസേഷന്റെ എംപ്ലോയേഴ്സുമായിട്ട് ഹൗ ദേ ഡീൽ, എംപ്ലോയർ മാനേജ്മെന്റ് ആയിട്ടൊക്കെ എങ്ങനെ അവർ ഡീൽ ചെയ്യുന്നു, ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ ഇഫ് യു ആർ മാനേജിങ്, ഹാൻഡ്ലിങ് എവറിഥിങ്, അതാണ് ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് നമുക്ക് പറയാം. സോ ഇഗ്നോറിംഗ് ഹ്യൂമൻ റിസോഴ്സ്,
ഹ്യൂമൻ റിസോഴ്സസിനെ തടഞ്ഞുകൊണ്ട് ഇഗ്നോർ ചെയ്തുകൊണ്ട് അവർക്കൊരു വിലയും കൽപ്പിക്കാതെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നല്ല രീതിയിൽ ഞാൻ ഡെവലപ്ഡ് ആക്കുമെന്ന് ഒരു മാനേജ്മെന്റും ഒരു എംപ്ലോയർക്കും പറയാൻ പറ്റില്ല. മനസ്സിലായി? അവരുടെ സപ്പോർട്ട്, അവരുടെ മാക്സിമം എഫേർട്ട്, അവരുടെ എനർജി, ഇതൊക്കെയാണ് ഒരു ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റിന് ഏറ്റവും നല്ല രീതിയിൽ ഉതകുന്നത് അല്ലെ. അപ്പൊ നമ്മൾ നിങ്ങൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒക്കെ പഠിച്ച് യു ആർ ഓൾസോ ഗോയിങ് ടു ബി ആൻ എംപ്ലോയി ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഒരു ജോലിക്കാരനിൽ ഒരാളായി തീരാനാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അല്ലേ. അതിന്റെ എനർജി നിങ്ങളുടെ ഓരോ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും കാണണം. അതുകൊണ്ടാണ് ഞാൻ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഒരാൾ ഗുഡ് മോർണിംഗ് തിരിച്ചു പറഞ്ഞു, ബാക്കിയുള്ളവർ അവിടെ ടൈപ്പ് ചെയ്തു. അതാണ് the way you have to be changed. നമ്മള് ആയിരുന്ന രീതിയിൽ നിന്ന് ഇച്ചിരി മാറണം. അന്ന് നമുക്ക് കുറെ പഠിക്കാനുണ്ട്, ശരിയാണ്, ഇപ്പോഴും പഠിക്കാൻ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷെ നമ്മൾ ആദ്യം ഒന്ന് ഒരു എന്താ പറയാ, നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മളെയും കൂടുതൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ വ്യക്തതയോടും കൃത്യതയോടും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ നോക്കുക. ആ പോസിറ്റിവിറ്റി കിട്ടുന്നത് ആ ഫസ്റ്റ് ഗുഡ് മോർണിംഗ് കിട്ടും. മനസ്സിലാക്കുമ്പോൾ സോ വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. Good morning, ma'am. ഇനിയുണ്ടല്ലോ കുറച്ച് പേര് ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ മടിയുണ്ടോ? Good morning, ma'am. ഗുഡ് മോർണിംഗ് സാറ. ഞാൻ പേര് വിളിച്ച് ഗുഡ് മോർണിംഗ് പറയുന്നു വരും. സാറ ഗുഡ് മോർണിംഗ്. കാണുന്ന പേരാണോ വിളിക്കുന്നത്? കേൾക്കണ്ടോ സാറ? സാറയുടെ സൗണ്ട് ഇങ്ങോട്ട് വരുന്നില്ല എന്ന് തോന്നുന്നു. ആ കേട്ടു. ഓക്കെ. പിന്നെ ആരാണ്? സുമയ്യ ഗുഡ് മോർണിംഗ്. സുമയ്യുണ്ടോ? ചിലർ ഓപ്പണാക്കി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും. ഓക്കെ. ഇനി ബിഫോർ സ്റ്റാർട്ടിങ് അവർ ക്ലാസ്സസ്, നമ്മുടെ ക്ലാസ് ഇന്നലെ സോളി മിസ് കേറിയോ? എന്തെങ്കിലും ഒന്ന് പറ. നിങ്ങൾക്ക് അവിടെ കേൾക്കാനോ കൊത്തിക്കൊണ്ടാണ്. ആകെ 3-5 പേരുള്ളൂ. 7 പേരാണ് ഇവിടെ ക്ലാസ്സിൽ ഇപ്പൊ ജോയിൻ ചെയ്തത്. സോളി മിസ്സിന്റെ ക്ലാസ്സിൽ കണ്ടില്ല എന്നാണോ സാറ് പറയുന്നത്? ഇന്നലെ ഫസ്റ്റ് ക്ലാസ്സിൽ കേറാൻ പറ്റിയില്ല. ഇല്ല, എനിക്ക് ഓക്കെ. സൗണ്ട് ബ്രേക്ക് വരുന്നുണ്ട്. ആൻഡ് സുമയ്യ ഇന്നലെ ക്ലാസ്സിൽ കയറിയിരുന്നോ? എനിക്ക് തോന്നുന്നു അവിടെ സൗണ്ട് വരുന്നില്ല. എന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഓ, സൗണ്ട് കുറഞ്ഞെടുക്കുക. പിന്നെ എങ്ങനെയാ കേൾക്കണേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ്. ഓക്കെ. കുറച്ച് കാര്യമൊക്കെ 1-2 വാക്കൊക്കെ നമുക്ക് തുടക്കമൊക്കെ ഒന്ന് പറയാം കേട്ടോ. ചിലപ്പോ ലാസ്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ പറയാൻ ചിലപ്പോൾ സമയം കിട്ടില്ല. ക്ലാസ് അങ്ങ് എൻഡ് ചെയ്യുന്ന ഒരു ടൈമിൽ. അതുകൊണ്ടാണ് ബിഗിനിങ്ങിൽ പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഷെയർ ചെയ്യും. ആ സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് തരും. ഓക്കെ. അപ്പൊ നമ്മളെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഡിപ്ലോമ ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആ ഒരു ഫീഡ്ബാക്കോ അല്ലെങ്കിൽ അതിന്റെ ഒക്കെ ഒരു റിവ്യൂ ഒന്ന് നിങ്ങളൊന്ന് തരുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ? നിങ്ങൾ ഹാപ്പി ആണോ? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? ആദ്യം തന്നെ അതൊക്കെ ചോദിക്കണ്ടേ. അല്ലാതെ വെറുതെ നമ്മൾ ഇന്ന് കുറെ ക്ലാസ് മാത്രം എടുത്തിട്ട് കാര്യമില്ലല്ലോ അല്ലേ? ഓക്കെ. യെസ്. വാട്ട് യു ഫീൽ അബൌട്ട് ദ ക്ലാസ്സസ്? എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ സാറാ? ഒന്ന് സൗണ്ട് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വേഗം പറഞ്ഞേ. പെട്ടെന്ന് 1-2 സെന്റൻസ് ഞങ്ങളെ കുറിച്ച് ഒന്ന് പൊക്കി പറഞ്ഞു. ക്ലാസ് എല്ലാം അടിപൊളിയായിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ മിസ്സുമാരെ എപ്പോ ആണെങ്കിലും പറഞ്ഞാൽ റെഡി ആയിരുന്നു. ഏത് ബാച്ച് ആയിരുന്നു? HRM ഡിപ്ലോമയിൽ ഏത് ബാച്ച് ആയിരുന്നു? 7ാമത്തെ ബാച്ചായിരുന്നു. HRM 7 ആണ്. അപ്പൊ നമ്മള് അധികം കണ്ടിട്ടുണ്ടാവില്ല. 7th ബാച്ചിൽ ഞാൻ ക്ലാസ് എടുക്കാനുണ്ടായിണ്ടാവില്ല. പക്ഷെ എങ്കിലും കണ്ടിട്ടുണ്ട് ഇല്ലേ? അന്ന് ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുത്ത മാം ആയിരുന്നു. മാമിന്റെ പേര് മറന്നുപോയോ? ഇല്ല, നിഷ മാം അല്ലേ? വെരി ഗുഡ്. താങ്ക് യു. അപ്പൊ അത്രയും മതി. ക്ലാസ്സുകളൊക്കെ നന്നായിരുന്നു എന്നും HRM 7 കൂടിയാണ് സാറ. ഇപ്പൊ നമ്മള് PGയില് ആദ്യത്തെ ബാച്ചിലെ സ്റ്റുഡൻസ് ആണല്ലോ നിങ്ങള്. ഇവിടെ വന്നിരിക്കുന്നത് ബാബു പാടം. ഒന്ന് സൗണ്ട് അൺമ്യൂട്ട് ചെയ്യോ പെട്ടെന്ന്? പേര് പറഞ്ഞേടാ. പേര് പറയൂ. സന്ധ്യ. HRM 11th batch. HRM 11th batch ആണ്. അതായത് നമ്മുടെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവില്ലേ? എങ്ങനെയുണ്ടായിരുന്നു HRM 11 ക്ലാസ്സുകളൊക്കെ? നല്ല ക്ലാസ് ആയിരുന്നു. പഠിപ്പിക്കുന്നൊക്കെ മനസ്സിലാകുന്നൊക്കെ ഉണ്ടായിരുന്നു. ആണ്. അപ്പൊ നന്നായിട്ടൊക്കെ ഫോളോ ചെയ്ത് പഠിക്കാനൊക്കെ പറ്റി അല്ലേ? പറ്റി. തീർച്ചയായിട്ടും അതുകൊണ്ട് കൂടിയാണ് HRM PG എടുക്കാമെന്ന് വിദ്യാ സന്ധ്യ
വിദ്യ എന്നാണോ സന്ധ്യ എന്നാണോ? സന്ധ്യ. സന്ധ്യക്ക് വീണ്ടും ജോയിൻ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടിയത് HRMന്റെ ഡിപ്ലോമ ക്ലാസ്സുകളൊക്കെ വളരെ നന്നായി മനസ്സിലാക്കിയതൊക്കെ തന്നെ കൊണ്ടാണ് അല്ലെ? അപ്പൊ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. ഓക്കെ, അപ്പൊ സന്ധ്യക്ക് എന്നെ പരിചയമുണ്ടോ? ഉണ്ട്. ഇൻട്രൊഡക്ഷൻ ക്ലാസ് എല്ലാവർക്കും ഞാൻ തന്നെയായിരിക്കും. അതുകൊണ്ടൊക്കെ നിങ്ങൾ എല്ലാവരും ആരെല്ലാം കണ്ടില്ല എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് വിഷമം. കാരണം അപ്പൊ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കാണാതെയാണ് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക്, റെഗുലർ ക്ലാസ്സുകളിലേക്ക് പ്രവേശിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ അല്ലെ. എന്താണ് HRM എന്ന് പറയുന്ന കോഴ്സ്, വൈ വി ഹാവ് ടു സ്റ്റഡി, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കോഴ്സ് പഠിക്കണം അല്ലെ? അതൊരു ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ ഒക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് എംപ്ലോയീസ് ഒക്കെ ജോലി ചെയ്യുന്ന ഓരോ ബിസിനസ് ഓർഗനൈസേഷൻസ്, ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ലോട്ട് ഓഫ് പീപ്പിൾ വർക്കിംഗ്, ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്, ഒരുപാട് ജോലിക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരെയൊക്കെ പല പല വീടുകളിൽ നിന്ന് വരുന്നു, പല പല നേച്ചർ സ്വഭാവമുള്ളവര്, പല പല ക്യാരക്ടേഴ്സ് ഉള്ളവര്, പല പല ശീലങ്ങളുള്ളവര്, ഇവരെല്ലാവരും ഒരു റൂഫിന്റെ കീഴിൽ വന്ന് ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ there will be some എന്താ പറയാ ടൈപ്പ് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, മിസ്കോണ്ടാക്ട്സ്, അങ്ങനെ പല കാര്യങ്ങളൊക്കെ നടക്കും. അപ്പൊ ഇതിനെയൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് വി ക്യാൻ റീച്ച് അപ് ടു ദ സക്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ വിജയത്തിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എംപ്ലോയീസിനെ മാനേജ് ചെയ്യാനൊക്കെയാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓർക്കുക, നമ്മളെ പോലെ എന്റെ സ്വഭാവം എന്താണ്, എന്നെ പോലെ മാത്രമല്ല മറ്റു സ്വഭാവ രീതികളുള്ള ആൾക്കാരും ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഉണ്ട്. അപ്പൊ ഞാൻ ഇവരെയൊക്കെ മാനേജ് ചെയ്യണ്ടേ എന്ന കാര്യത്തിൽ നമുക്ക് ചിന്തിക്കണം കേട്ടോ. അടുത്ത ആൾ എന്താ, പേര് ഇവിടെ കംപ്ലീറ്റ് അല്ല, D_N. പേര് ഹലോ, പറയൂ. എന്റെ പേര് ഡിന്നി. ഡിന്നി, ആ DINNY. DINY. യെസ്, ഡിന്നി ഏത് ബാച്ച് ആയിരുന്നു? ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന HRM 11th ബാച്ച്. 11th ബാച്ച്. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന. ഓക്കെ, 11th ബാച്ച് കംപ്ലീറ്റ് ആകാൻ പോകുന്നു അല്ലെ? കംപ്ലീറ്റ് ആകും. നമുക്കൊരു എക്സാം കഴിഞ്ഞ ദിവസം ഒരു എക്സാം കഴിഞ്ഞു, ഫസ്റ്റ് ടേം എക്സാം അല്ലെ? അതെ. ഓക്കെ, സെക്കൻഡ് ടേം എക്സാമിന് ഇനി ഒരു 1 month അभी ബാക്കി ഹേ. അപ്പൊ എന്തായാലും നല്ലൊരു തീരുമാനമാണ്. കാരണം ഇഫ് യു ക്യാൻ മാനേജ് ആൻഡ് അഡ്ജസ്റ്റ്, ഒരു ഡിപ്ലോമയുടെ ഒപ്പം ഇതുകൂടി കോഴ്സ് അങ്ങോട്ട് തീർന്നു പോകുമല്ലോ, പരീക്ഷ ഒരുമിച്ച് വരില്ല. എന്തായാലും ഡിപ്ലോമയുടെ പരീക്ഷ കഴിഞ്ഞിട്ടാണ് നമുക്ക് PG എക്സാംസ് വരിക, PG കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ അതിന്റെ ഇടയിൽ ഇതുകൂടി ചെയ്തു പോകാൻ പറ്റുമെന്നുള്ളവർക്ക് എന്തായാലും ജോയിൻ ചെയ്ത് അതിനൊപ്പം തന്നെ അധികം താമസിയാതെ തന്നെ ഒരു PG കൂടി നമ്മുടെ കയ്യിലിരിക്കും അല്ലെ? ഡിപ്ലോമ കഴിഞ്ഞ് പിന്നെ ഒരു ബ്രേക്ക് എടുത്ത് അത് അതിനേക്കാൾ നല്ലത് നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ ഏകദേശം അധികം വ്യത്യാസമില്ലാതെ 1 or 2 months ഡിഫറൻസ് അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോൾഡ് a PG ഓൾസോ, ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കൂടി നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റും എന്നുള്ളത് വളരെ നല്ല തീരുമാനമാണ് ഡിന്നി എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അതെ, ഡിന്നിക്ക് HRM PGയുടെ ക്ലാസ് മോർണിംഗിലാണ്, 11th ബാച്ച് ഉച്ചയ്ക്കാണ്. അതുകൊണ്ട് മാനേജ് ചെയ്യാനൊക്കെ പറ്റുമെങ്കിൽ ഓക്കെ. ക്ലാസ്സസ് HRM 11th ബാച്ച് ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് ബാച്ച് ആണ്. അതുകൊണ്ട് എന്താണ് അഭിപ്രായമൊക്കെ അവർ പറയാമോ? ക്ലാസ് ഒക്കെ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് പഠിപ്പിക്കുന്നതൊക്കെ. പിന്നെ ഇതുപോലെ തന്നെ എന്താ, നമ്മളെന്തെങ്കിലും ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്തൊക്കെ തരും. നന്നായിട്ട് പോകുന്നുണ്ട് ക്ലാസ് ഒക്കെ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്നെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? കണ്ടിട്ടുണ്ട്. പരിചയപ്പെടുത്തുന്നില്ല, ബിക്കോസ് നമ്മൾ HRMന്റെ ഡിപ്ലോമ തുടങ്ങുന്നതിന് പോലും ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടതാണ്. അപ്പൊ എല്ലാവരും നമ്മൾ അറിയുന്നവരൊക്കെ തന്നെയാണ്. ഓക്കെ, ഗൗരി ഞാൻ 9th ബാച്ച് ആയിരുന്നു മാം. HRM 9th ബാച്ച് ആയിരുന്നു. And how do you feel about the classes? ക്ലാസ് എല്ലാം നന്നായിരുന്നു. ഞാൻ ആതിര മിസ് ആണെങ്കിൽ, രമ്യ മിസ് ആണെങ്കിൽ, സോളി മിസ് ആണെങ്കിൽ നന്നായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. എക്സാംസ് ഒക്കെ ഞാൻ നന്നായിട്ട് അറ്റൻഡ് ചെയ്തു, കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ 9th ബാച്ച് ആണ്, അധികം ദിവസങ്ങളായിട്ടില്ല കഴിഞ്ഞിട്ട്. കോൺവൊക്കേഷൻ കഴിഞ്ഞതല്ലേ? കോൺവെക്കേഷൻ ഇപ്പൊ കഴിഞ്ഞതാ മാം. പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല, അച്ചാച്ചൻ മരണപ്പെട്ടത് കൊണ്ട് വരാൻ പറ്റിയില്ല.
യെസ്, അടുത്ത ആരാ? സുഹൈൽ. സുഹൈൽ പറയാമോ? പേരങ്ങനെയാണ് കിടക്കുന്നത്. ഗുഡ് മോർണിംഗ് മിസ്. ആ, ഗുഡ് മോർണിംഗ് സുഹൈൽ. ഏത് ബാച്ചായിരുന്നു? ഞാൻ 10th ബാച്ച്, ലാസ്റ്റ് August 25 ബാച്ച്. ആ, August 25 അല്ലേ? അതായത് 10th ബാച്ചാണ്. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്സുകളൊക്കെ 10th ബാച്ചൊക്കെ? നല്ല ക്ലാസ്സുകളായിരുന്നു. ക്ലാസ്സുകളൊക്കെ നല്ലതായിരുന്നത് കൊണ്ടാണ് PG കൂടി എടുക്കാം എന്ന് തന്നെ വിചാരിച്ചത് അല്ലേ? അതെ അതെ, ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കൂടുതലും റെക്കോർഡ് ക്ലാസ്സുകളാണ് കേട്ടിരിക്കുന്നത്. ലൈവ് ക്ലാസ് വളരെ കുറവായിരുന്നു. ആണോ? ഓക്കെ. എന്നിട്ട് നല്ല മാർക്കൊക്കെ കിട്ടിയില്ലേ? കിട്ടി, നല്ല മാർക്ക് കിട്ടിയായിരുന്നു. ആ, വെരി ഗുഡ്. അപ്പോ HRM PG നമുക്ക് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ നമ്മൾ കോപ്പറേറ്റ് ചെയ്ത് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. എന്നെ കണ്ടിട്ടുണ്ടല്ലോ സുഹൈല്? കണ്ടിട്ടുണ്ട്. ആ, ഓക്കെ. ക്ലാസ് എടുക്കാൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഞാൻ കണ്ടില്ല. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇൻട്രൊഡക്ഷനിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചില ബാച്ചസ് നമ്മൾ ക്ലാസ് എടുക്കേണ്ടി വന്നിട്ടില്ല, ചില ബാച്ചിലൊന്നും നമ്മൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാണാൻ പറ്റില്ല പിന്നീട്. അപ്പൊ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടേക്കുന്നതുകൊണ്ട് നമ്മളെ മനസ്സിലാകും. അടുത്തതാരാണ്? സുമയ്യ. സുമയ്യ, സുമയ്യ, ഹലോ. ആരെങ്കിലും വിളിക്കാറുണ്ടോ? ബെറ്റി. ബെറ്റി വിളിച്ചതല്ലേ? ഇല്ലല്ലോ. ഹലോ ബെറ്റി. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഏത് ബാച്ചായിരുന്നു ബെറ്റി? ഞാൻ 25 ജൂൺ ബാച്ച്. മീൻസ് HRM HRMന്റെ 9 തന്നെയാണോ? എനിക്ക് അങ്ങനെ അറിയത്തില്ല, ജൂണിലെ ഇതിലായിരുന്നു, ജനുവരിയിലായിരുന്നു അതിന്റെ കോൺവെക്കേഷൻ കഴിഞ്ഞ്. ആണോ? ആ, ജനുവരിയിലേക്ക്. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്സുകളൊക്കെ ബെറ്റിക്ക്? കൊള്ളാം, നല്ല ക്ലാസ് ആയിരുന്നു. ആരൊക്കെയായിരുന്നു ആ ബാച്ചിലുണ്ടായിരുന്ന ടീച്ചേഴ്സിന്റെ പേര് ഓർമ്മേ? ഞാൻ പറയാം ഏകദേശം. രമ്യ മിസ് ഉണ്ടായിരുന്നു, സോളി മിസ് ഉണ്ടായിരുന്നു, നിഷ മിസ് ഉണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നു. ആ, ഞാൻ അത് അധികം ബാച്ചസിൽ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. 3 ഒക്കെ ഉണ്ടായിരുന്നു, 4 ഉണ്ടായിരുന്നു. 4th ബാച്ചിലാണോ? 4 കഴിഞ്ഞ് പിന്നെ കുറച്ച് ബാച്ച് എനിക്ക് ഇല്ല. എന്റെ ബാച്ചസിലൊന്നും എനിക്ക് കയറാനായിട്ടുള്ള ഒരു ഇത് കിട്ടിയില്ല. അറിയത്തില്ല. ഞാനും സോളി ടീച്ചറും രമ്യ ടീച്ചറും ആണെങ്കിൽ എനിക്ക് തോന്നുന്നു HRM 4th ബാച്ച് ആയിരുന്നു. അല്ലെ? കുറച്ച് ഡിസ്റ്റന്റിലല്ലേ കിടക്കുന്നത് ബാച്ച് അല്ലെ? ഓക്കെ. അപ്പൊ അതാണ് 4th ബാച്ചാണ്. 4th കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നിലും എനിക്ക് കയറാൻ പറ്റിയില്ല. ഇപ്പൊ നമുക്ക് PGയിലാണ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ ക്ലാസ്സുകളൊക്കെ നന്നായിരുന്നു അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പൊ എന്തായാലും PG കൂടിയും തീർക്കാന്ന് വിചാരിച്ചു. നല്ല തീരുമാനമാണ്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ട് അതിന്റെ ഡിപ്ലോമയുടെ ഒപ്പം തന്നെ അതിന്റെ PG കൂടി എടുത്തു കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു ഇത് ജോലി കിട്ടും. അതെ അതെ, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ജോലിക്ക് നമുക്ക് ശ്രമിക്കാനും പറ്റുന്നതാണ് അല്ലെ? നമ്മൾ അയക്കുന്ന പൊസിഷനിൽ ഒരു പടി ഞങ്ങൾ ഉയർന്നിരിക്കുകയാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നമ്മളുടെ ഈ ഒരു എന്താ പറയാ ഇതിനകത്ത് HRM PG എന്ന് പറയുന്ന കോഴ്സിൽ നമുക്കറിയാം, ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞോന്ന് എനിക്കറിയില്ല. നമുക്ക് ഇത് 4 മൊഡ്യൂൾസ് ആയിട്ടാണ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞിരുന്നത്. 4 മൊഡ്യൂൾസ് ഉണ്ട്. ഓരോ മൊഡ്യൂൾസിലും ഇത്ര ചാപ്റ്റേഴ്സ് വീതം ഉണ്ട്. അതില് ഫസ്റ്റ് മൊഡ്യൂളില് ആദ്യത്തെ ചാപ്റ്റർ സോളി മിസ് ആയിരിക്കും എടുത്തു തുടങ്ങിയിരിക്കുന്നത്. ഇന്നലെ എടുത്തു തുടങ്ങിയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. എടുത്തു തുടങ്ങിയോ? തുടങ്ങിയില്ലേ? അതാണോ മിസ് എടുത്തത്? സോളി മിസ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു പാരഗ്രാഫാണ്. ഓക്കെ. അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരിക്കും. നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ ഓൾറെഡി നമ്മൾ ഇത്രയും വളരെ ഇലാബറേറ്റ് ചെയ്ത് നമ്മൾ HRM ഡിപ്ലോമയുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ അവിടെ കഴിഞ്ഞു. പിന്നെ നമ്മള്, അതായത് ഞാൻ എടുക്കാൻ പോകുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലെ പേഴ്സണാലിറ്റി, വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. കിട്ടിയോ? പേഴ്സണാലിറ്റി, വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. പേജ് നമ്പർ
54 കിടക്കുന്നത്. PDF ഇട്ട് തന്നിട്ടുണ്ടോ? അതാണ് എന്റെ ഒരു രീതി. എങ്ങനെയാ നിങ്ങൾക്ക് ഷെയർ PDF കിട്ടിയിട്ടുണ്ട്. അപ്പൊ PDF നമ്മുടെ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. നിങ്ങൾ അതിനകത്ത് നിന്ന് നോക്കി സെർച്ച് ചെയ്താൽ നമുക്ക് PDF കിട്ടും. ഓക്കെ, പേഴ്സണാലിറ്റി, വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. അപ്പൊ 1 by 1 ആയിട്ട് നമുക്കൊന്ന് നോക്കാം. എന്താണ് പേഴ്സണാലിറ്റി എന്ന വാക്കിന്റെ അർത്ഥം? എന്താ പേഴ്സണാലിറ്റി? മലയാളം വേർഡ് എന്താ അതിന്റെ? ആർക്കെങ്കിലും വ്യക്തിത്വം. വ്യക്തിത്വം. വ്യക്തിത്വം, അതാണ് അല്ലെ, വ്യക്തിത്വം. വ്യക്തിത്വം മീൻസ് വ്യക്തിയെ സംബന്ധിക്കുന്നതാണ്. തീർച്ചയായും ഒരു പേഴ്സണെ സംബന്ധിക്കുന്ന ചില കോമൺ ബിഹേവിയേഴ്സ് പേഴ്സണാലിറ്റി എന്ന് പറയും. സാധാരണ സ്വാഭാവികമായിട്ട് ഓരോ മനുഷ്യരും എല്ലാം ഒരുപോലെ ആവണമെന്ന് നിർബന്ധമില്ല. എല്ലാവരും ഒരുപോലെയല്ല. നമ്മൾ അവിടെ തന്നെ പഠിച്ചു. HRM പീപ്പിൾ ഓൺലൈനിൽ ഫസ്റ്റ് ക്ലാസ് ഇറ്റ്സെൽഫ് നമ്മുടെ യൂണിറ്റ് തുടങ്ങുമ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചു എന്താ, എല്ലാ ഹ്യൂമൻ ബീയിങ്സും ഒരുപോലെയല്ല. നോ ടു മെൻ ആർ അലൈക്ക് എന്ന് നമ്മൾ അവിടെ പഠിച്ചു. ആ ഒരു സ്പേസ് അല്ലെ. രണ്ടാൾക്കാരെ നമ്മൾ എടുത്തു വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇവരെ രണ്ടുപേരും ഒരിക്കലും എല്ലാ രീതിയിലും ഒരുപോലെയല്ല എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. രണ്ടാൾക്കാരെ നമ്മൾ ഒരു 10 മിനിറ്റ് വാച്ച് ചെയ്തു. ആൻഡ് വി ക്യാൻ സീ ദ ഡിഫറൻസ് ഇൻ ദം. അതായത് സിമിലാരിറ്റീസിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ചില സാമ്യതകളൊക്കെ ഉണ്ടായിരിക്കാം, ചില കാര്യങ്ങളിൽ ചിലപ്പോൾ സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കാം. ബട്ട് മോറോവർ അതിനേക്കാൾ കൂടുതൽ വി ക്യാൻ ഫൈൻഡ് ദാറ്റ് ഡിസിമിലാരിറ്റീസ് ഓർ ഡിഫറൻസസ് ബിറ്റ്വീൻ ദീസ് ടു പീപ്പിൾ. ഈ രണ്ടാൾക്കാർ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ ഓരോ ഫോണും വ്യത്യസ്തമാണ്. ഓരോ ആളുകൾക്കും they have their own personalities. അവർക്ക് അവരുടേതായ വ്യക്തിത്വങ്ങളുണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായ മൂല്യമുണ്ട്, വാല്യൂസ് ഉണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായ ആറ്റിറ്റ്യൂഡ് ഉണ്ട്, മനോഭാവമുണ്ട് അല്ലെ. എല്ലാവർക്കും ഒരേപോലത്തെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം പല സമയത്തും നമ്മൾ ഫേസ് ചെയ്ത ഒരു കാര്യം, ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു സജഷൻ ഒരാൾ പറയാണ്, പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. ചിലർ ന്യൂട്രൽ ആയിട്ട് നിൽക്കും അല്ലെ. ഇപ്പൊ ഒരു സജഷൻ, ഇപ്പൊ നമ്മുടെ വീടുകളിൽ തന്നെ ഇഫ് യു ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സംതിങ്, എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് നമ്മള് എന്താ പറയാ ചർച്ച ചെയ്യാണ്. അപ്പൊ ഒരു വീട്ടില് ഒത്തിരി പേര് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ടാണ്. ചിലപ്പോൾ ഒരു ഫാമിലിയിൽ എന്തെങ്കിലും പർട്ടിക്കുലർ ഫംഗ്ഷൻ നടത്താൻ പോവാണ്. അപ്പൊ എല്ലാവരെയും വിളിച്ചു കൂട്ടാണ്. കല്യാണം കഴിച്ചു കൊടുത്ത് വിട്ട ആൾക്കാരെയും എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നു. അപ്പൊ എല്ലാവരും പല പല എന്താ പറയാ ഇതിൽ നിന്ന് വരുന്നു. ചിലവർ നമ്മുടെ ഫാമിലിയിൽ പുതിയവരായിരിക്കാം. നമ്മുടെ വീട്ടിലെ ഒരാളെ വിവാഹം ചെയ്ത് പുറത്തുനിന്ന് ഒരാളായിരിക്കും കൊണ്ട് വിവാഹം ചെയ്തിട്ട്. അപ്പൊ നമ്മുടെ ഫാമിലി അതായത് ബ്ലഡ് റിലേഷനിലുള്ള ആളല്ലാത്തവരും നമ്മുടെ കൂടെ ആരും ഫംഗ്ഷൻ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എന്താ പറയാ ഒത്തുകൂടുകയാണെന്ന് വിചാരിക്കാം. ആൻഡ് നമ്മൾ പറയുന്ന സജഷൻസ് they have their own opinions. അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കും. അഭിപ്രായങ്ങൾ പറയും. ചിലവരതിനെ പോസിറ്റീവ്സ് ആയിട്ട് എടുക്കും, ചിലവരതിനെ നെഗറ്റീവ്സ് ആയിട്ട് എടുക്കും, ചിലർ ന്യൂട്രൽ ആയിട്ട് എടുക്കും അല്ലെ. അങ്ങനെയില്ല ഇങ്ങനെയില്ല പല രീതിയിൽ കിട്ടും അല്ലെ. അങ്ങനെ പല രീതിയിലുണ്ട് മനുഷ്യന്മാരുടെ എന്താ പറയാ വ്യക്തിത്വങ്ങള്, സ്വഭാവ രീതികള്, സ്വഭാവ ഗുണങ്ങള്, മനോഭാവങ്ങൾ, അവരുടെ വാല്യൂസ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. എന്നാൽ നമ്മൾക്ക് ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ HRM-ല് നമുക്ക് ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് we can know that we have to deal with the many different varied characteristics people. ഒരുപാട് വ്യത്യസ്തരായിട്ടുള്ള വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ള ആളുകളുമായിട്ടാണ് നമുക്ക് ഡീൽ ചെയ്യേണ്ടത്. സോ ഇൻ ദർ ഡെയിലി റൂട്ടീൻ, ആ ഓരോ ദിവസവും ദൈനംദിനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. See, when we are reaching in an organization, നമ്മളൊരു ഓർഗനൈസേഷനിൽ ജോലിക്ക് വേണ്ടി ചെല്ലുന്നു. നമ്മൾ ആസ് എ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന രീതിയിൽ നമുക്ക് ഒരുപാട് എംപ്ലോയീസിനെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അവരുമായിട്ട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യേണ്ടി വരും. അവരുമായിട്ട് പല കാര്യങ്ങളും നമുക്ക് ഒത്തുചേർന്ന് പ്രവർത്തിച്ചു പോകേണ്ടി വരും. സോ അവിടെ നമുക്ക് വി ഹാവ് ടു മേക്ക് ഡിസിഷൻസ്, ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഒരുപാട് പീപ്പിൾസിന് ഒരുപാട് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അവരുമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരും. അപ്പൊ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് കമ്പയർഡ് ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ മാറ്റിവെക്കാൻ പറ്റാത്ത കാര്യമാണ് ആളുകളുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം എന്ന് പറയുന്നത്. സോ പേഴ്സണാലിറ്റി we can say that it's a concept which is continuously used in our routine, that means in our daily life while we are dealing with some people. ആളുകളുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത്
നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ദിനചര്യയില് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് പേഴ്സണാലിറ്റി അല്ലെ. ഇപ്പൊ മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരു എംപ്ലോയി, യു ജസ്റ്റ് കൺസിഡർ മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരാള്, ആളുടെ പേഴ്സണാലിറ്റി വിൽ നോട്ട് ബി സിമിലർ ടു ദ ബിഹേവിയർ ഓർ ദ പേഴ്സണാലിറ്റി ഓഫ് മിസ്റ്റർ ബി. മിസ്റ്റർ ബിയുടേതുമായിട്ട് ചിലപ്പോൾ ഒരുപോലെ ആവുമ്പോൾ നിർബന്ധമില്ല. സോ ഈ ഡിഫറെന്റ് ക്യാരക്ടറൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് പേഴ്സണാലിറ്റി കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചേ തീരും. പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരാളുടെ എന്താ പറയാ ഒരു വ്യക്തിയുടെ നേച്ചർ, എന്താ പറയാ അവരുടെ സ്വഭാവത്തെ എന്താ പറയാ വരച്ചു കാട്ടുന്ന ഒരു കണ്ണാടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താ കണ്ണാടിയുടെ പ്രത്യേകത എന്താ? കണ്ണാടിയുടെ പ്രത്യേകത എന്താ? നമുക്ക് വി ക്യാൻ സി അവർ ഓൺ റിഫ്ലക്ഷൻ ഇൻ ഇറ്റ് അല്ലെ, നമ്മളുടേതായ പ്രതിച്ഛായ, ഛായ എന്നാണ് അതെ, മലയാളം ഉണ്ടാകുന്നോ എന്തായാലും റിഫ്ലക്ഷൻ ആണ്. റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ടാണ് നമ്മളുടെ മുഖം എങ്ങനെ ഇരിക്കുന്നു, നന്നായിരിക്കുന്നു അല്ലെ. നമുക്കൊക്കെ ഒരു സ്ഥലത്തൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോൾ എത്രത്തോളം പ്ലീസിങ് അല്ലെങ്കിൽ എത്രത്തോളം എന്താ പറയാ നമ്മളുടെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇതുമായിട്ട് നമുക്ക് അവിടെ ചെന്നിരിക്കാനായിട്ട് നമുക്ക് സം ഡിഫിക്കൽട്ടീസ്, സം സാഡ് തിങ്സ് ഇൻ അവർ മൈൻഡ്സ്. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളോ വിഷമങ്ങളോ വേദനകളോ ഒക്കെ ഉണ്ടാകും. പക്ഷെ വി കനോട്ട് ഷോ ദാറ്റ് ഇൻ അവർ ജോബ്. നമ്മളത് ചെന്നിട്ട് നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അത് നമുക്ക് കാണിക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മളപ്പോ എന്ത് ചെയ്യും? വളരെ പ്ലീസിങ് മാനറിസം, അതായത് നമ്മൾ മറ്റുള്ളവർക്കും കൂടി അവർക്ക് ആളുകളെ നമുക്ക് ദേഷ്യപ്പെടുത്തണ്ട, സങ്കടപ്പെടുത്തണ്ട. അവിടെ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് മറ്റുള്ളവർക്ക് സന്തോഷം അല്ലെ, സ്നേഹം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ നമ്മളവിടെ എപ്പോഴും എല്ലാ ദിവസവും ചെല്ലുമ്പോൾ പണ്ടപ്പരിപ്പും പരാജയമൊക്കെ പറഞ്ഞ് ഇന്ന് വീട്ടിൽ ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു ചെന്ന വഴി തന്നെ അങ്ങനെ ചെന്ന് പറഞ്ഞ് ആ അവിടെ ഓർഗനൈസേഷനിലുള്ള ജോലിക്കാരെ മുഴുവൻ നമ്മള് എന്താക്കുന്നത് അപ്സെറ്റ് ആക്കുകയാണ് അല്ലെ. എല്ലാവരുടെയും മനസ്സിനെയും വിഷമിപ്പിക്കുന്ന രീതിയിൽ, മടുപ്പിക്കുന്ന രീതിയിൽ വെറുതെ ചെന്ന് നമ്മളിങ്ങനെ പരിഭവങ്ങളൊക്കെ ഉണ്ടാകാം, എല്ലാവർക്കും ഉണ്ടാകാം ദുഃഖങ്ങള്. മനുഷ്യ ജീവിതം തന്നെ അങ്ങനെയാണല്ലോ, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. ചിലപ്പോ കയറ്റമായിരിക്കും, ചിലപ്പോൾ ഇറക്കായിരിക്കും അല്ലെ. കാഴ്ചകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. അത് ഏതെങ്കിലുമൊക്കെ ദിവസം മാറുന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ മുന്നോട്ട് നീങ്ങാൻ. സോ അപ്പൊ പക്ഷെ ഇതൊന്നും നമുക്ക് നമ്മുടെ ഫേസിൽ കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി റിഫ്ലക്ട് ചെയ്യുന്നത് ആളുടെ നേച്ചർ വെച്ചിട്ടാണ്, പേഴ്സന്റെ നേച്ചർ വെച്ചിട്ടാണ്. പേഴ്സണാലിറ്റി മിറർ ചെയ്തിരിക്കുന്ന ഒരു പേഴ്സന്റെ നേച്ചർ, സ്വഭാവമാണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ കീ ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസസ് ദ ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഇത് മാത്രമല്ല, നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ജോലിക്ക് വരുമ്പോൾ നമ്മളുടെ ആ ഒരു സ്വഭാവ രീതി, നമ്മൾ ഏത് രീതിയിലുള്ള സ്വഭാവക്കാരിയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. എന്റെ പേഴ്സണാലിറ്റി, എന്റെ വ്യക്തിത്വം, എന്റെ സ്വഭാവം, അതാണ് ഞാൻ ചെയ്യുന്ന ഇടത്തും അത് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസിങ് ഈ ഫാക്ടറാണ്. മനസ്സിലായോ? എന്റെ സ്വഭാവ രീതി അനുസരിച്ച്, എന്റെ നേച്ചർ അനുസരിച്ച്, എന്റെ വ്യക്തിത്വം അനുസരിച്ച് അത് എന്തെങ്കിലും റിഫ്ലക്ട് ചെയ്യും. ഞാൻ ചെയ്യുന്ന ജോലിയിൽ, ഞാൻ ആയിരിക്കുന്ന എന്റെ ഓർഗനൈസേഷനിലും അത് റിഫ്ലക്ട് ചെയ്യും. അതൊരു വലിയ ഘടകമാണ്. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു എന്താ പറയാ റിഫ്ലക്ഷനാണ്, ഒരാളുടെ സ്വഭാവത്തിന്റെ റിഫ്ലക്ഷൻ. എന്റെ സ്വഭാവത്തിന്റെ എന്താ പറയാ ഒരു പ്രതിച്ഛായ അല്ലെങ്കിൽ പുറത്തെടുത്ത് കാണിക്കുന്ന ഒരു സാധനമാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. സോ വൈ വി ആർ ഇൻ ആൻ ഓർഗനൈസേഷൻ, ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് പേഴ്സണാലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ. ബിക്കോസ് ഇറ്റ് ഡെപിക്ട്സ് ഓർ റിഫ്ലെക്ട്സ് ദ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ്. കാരണം എന്താ, അത് വ്യക്തികളുടെ സ്വഭാവ രീതികളെ, കൃത്യമായിട്ട് സ്വഭാവ ഗുണങ്ങളെ, അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റത്തെ ബിഹേവിയറൽ പാറ്റേണിനെയൊക്കെ കൃത്യമായിട്ട് നയിക്കുന്ന ഒന്നാണ്. അപ്പൊ എന്റെ പേഴ്സണാലിറ്റി എന്താണോ അതായിരിക്കും ഞാൻ എവിടെ ആയിരിക്കുന്നുവോ അതൊക്കെ ഞാൻ അവിടെയൊക്കെ ഞാൻ എന്ത് ചെയ്യുക അല്ലെ. എന്റെ ക്യാരക്ടർ ഇപ്പൊ ഒരു ആളുകള് ഒരു സമൂഹത്തില് ഒരു ഗ്രൂപ്പിന്റെ ഇടയിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ എങ്ങനെ വി ഹാവ് ടു ബിഹേവ്, നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, ഇത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അത് വളരെ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അവർ ഹൗസ്, നമ്മുടെ വീട്ടിലായിരിക്കുന്ന അതേ രീതിയിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യില്ല. കുറെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്തിരിക്കും ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങള് അല്ലേ? അതല്ലേ ശരി? നമ്മുടെ വീട്ടിലായിരിക്കുമ്പോ there is no one to hinder any of our characteristics. നമ്മുടെ സ്വഭാവ സവിശേഷതകളില് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തില് മാറ്റപ്പെടുത്താൻ നമ്മുടെ ആരും പെട്ടെന്നൊന്നും വരില്ല. ഒരു പ്രായപൂർത്തിയായ ആളുകളൊക്കെ ആണെങ്കിൽ അവരവരുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരും നിയന്ത്രിക്കാനോ കൺട്രോൾ ചെയ്യാനോ അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയാനോ ആരും വരില്ല
അല്ലെ? അതേ രീതി അപ്പൊ നമുക്കൊരു അനിയന്ത്രിതമായ അൺകൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ വി ആർ ബിഹേവിംഗ് അറ്റ് അവർ ഹൗസ്. നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു, അല്ലെ? പല കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷേ ബട്ട് ബീങ് ഇൻ എൻ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷനിൽ വരുമ്പോ മിക്ക കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി കൺട്രോൾ ചെയ്യണം. ഇപ്പൊ വീട്ടില് ഒരു ഉദാഹരണം പറയാം, ചെറിയൊരു ഉദാഹരണം. ഒരു സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ള ഒരാളാണെന്ന് വിചാരിക്കും. സ്മോക്കിംഗ് ഹാബിറ്റ്, ആൾക്ക് ഇച്ചിരി ഹാബിറ്റ് ഉണ്ട്. So while he may be in his house, ആ വീട്ടിലായിരിക്കുന്ന സമയത്ത് ചിലപ്പോ എന്താ പറയാ സമയമൊന്നും വലിയ കാര്യമായിട്ട് നോക്കാതെ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ പുള്ളി ഇങ്ങനെ ഇരുന്ന് സ്മോക്ക് ചെയ്യും. പക്ഷെ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ ഇതൊക്കെ സ്ട്രിക്ട്ലി ബാൻഡ് ആണ്, ഈ എന്താ പറയുക സ്മോക്കിംഗ് ഒക്കെ. ബിക്കോസ് ഇന്ന് ഒരുപാട് പല രീതിയിലുള്ള രോഗങ്ങള് ഈ സ്വന്തമായിട്ട് പുകവലിക്കുന്നവരെക്കാൾ കൂടുതൽ അതിന്റെ പുക വിശ്വസിക്കുന്ന മറ്റാളുകളിലേക്ക് പല രോഗങ്ങളൊക്കെ വരുന്നത് കൊണ്ട് അവിടെ സ്മോക്കിംഗ് ഒക്കെ നോ സ്മോക്കിംഗ് എന്നൊക്കെ ബോർഡൊക്കെ പ്ലേസ് ചെയ്തിട്ട് ആളുകളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാറില്ല, അല്ലെ? മിക്ക ഓർഗനൈസേഷനിൽ നമുക്ക് മിക്ക ഓർഗനൈസേഷനിൽ ചെന്ന് അവിടെ പുകവലിക്കുന്ന സ്റ്റാഫുകളൊക്കെ കാണുക എന്നുള്ളത് വളരെ റയറാണ്, ഇല്ലേ? കാണാറുണ്ടോ? ഇന്ന് എവിടെയെങ്കിലും നമുക്ക് പല ഓർഗനൈസേഷനും കയറി ഇറങ്ങുന്നവരല്ലേ? പല ബിസിനസ് ഓർഗനൈസേഷനിലും നമ്മൾ കയറി ഇറങ്ങുന്നവരാണ്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇങ്ങനെ എപ്പോഴും സിഗരറ്റോ അല്ലെങ്കിൽ വീഡിയോ വലിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കാണുന്നുണ്ടോ? വളരെ റയറാണ്. കംപ്ലീറ്റ്ലി കാണുന്നില്ല എന്ന് തന്നെ പറയാം. ഞാനൊന്ന് ഓർത്ത് നോക്കിയിട്ട് എനിക്കങ്ങനെ പെട്ടെന്ന് ഓർമ്മയിൽ അങ്ങനെ കാണുന്നില്ല. നമ്മളും പല സ്ഥലങ്ങളിൽ പല സ്ഥാപനങ്ങളിലൊക്കെ കയറി ഇറങ്ങുന്നവരാ. ബിക്കോസ് ഇതൊക്കെ കമ്പൽസറി ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് നിരോധിച്ചിരിക്കുകയാണ്, പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുകയാണ്. ബിക്കോസ് അതിൻ്റെതായ എന്താ പറയാ ആഫ്റ്റർ എഫക്റ്റുകൾ അനുഭവിക്കുന്നത് ബാക്കിയുള്ള എംപ്ലോയീസ് കൂടി ഫേസ് ചെയ്യേണ്ടി വരും. അതൊക്കെ കാരണമാണ്. സോ അപ്പൊ അവർ വലിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് ബിസിനസ് ഓർഗനൈസേഷനിലും അവരെന്ത് ചെയ്യുന്നില്ല, അത് ആ സമയത്ത് ഉപയോഗിക്കുന്നില്ല. വീട്ടിലേക്ക് തിരിച്ചു ചിലപ്പോൾ വീണ്ടും ഉപയോഗിക്കുന്നുണ്ടാകും. അതാണ്. അപ്പൊ ആ നമ്മളുടെ ആ ഒരു ബിഹേവിയർ, നമ്മളുടെ ആ ഒരു പെരുമാറ്റച്ചട്ടം നമുക്ക് ബിസിനസ് ഓർഗനൈസേഷനിലായിരിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് പേഴ്സൺസിന്റെ ഇൻഡിവിജ്വൽസിന്റെ എന്താ പറയാ ബിഹേവിയറൽ പാറ്റേൺ, അതൊക്കെ കൃത്യമായിട്ട് എന്താ പറയാ പഠിക്കണമെങ്കിൽ നമുക്ക് പേഴ്സണാലിറ്റിയെ കുറിച്ച് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ അറിഞ്ഞിരിക്കണം. സോ ഇൻ ദിസ് യൂണിറ്റ് വി ആർ ഗോയിങ് ടു അണ്ടർസ്റ്റാൻഡ് ദ പേഴ്സണാലിറ്റി. എങ്ങനെയാണ് പേഴ്സണാലിറ്റി, എന്താണ് ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ, എന്താണ് അത് ഓരോ പേഴ്സൺ ആൻഡ് സിറ്റുവേഷൻ അനുസരിച്ച് ഇറ്റ് വിൽ ഡിഫർ, അല്ലെ? ഓരോ വ്യക്തി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചില ആളുകൾ എന്താ പറയാ ബിഹേവ് ചെയ്യുന്നത് അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. ബിഹേവിയറൽ പാറ്റേണുകൾ മാറ്റി വരും. നമ്മൾ ഏത് സാഹചര്യത്തിലായിരിക്കുമ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ച് ചില ആളുകളുടെ ബിഹേവിയറൽ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കും, അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഏത് സാഹചര്യം, ഒരു സിറ്റുവേഷന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ബിഹേവിയറൽ പാറ്റേൺ ഓൾസോ ചേഞ്ചസ്, തീർച്ചയായിട്ടും മാറും, ഇല്ലേ? വളരെ സന്തോഷമുള്ള ഒരു സമയമാണ്. ഏറ്റവും അതിയായി നമ്മുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. വളരെ എന്താ പറയാ സ്മാർട്ടായിട്ട് ചാടി നടന്ന് പല കാര്യങ്ങളും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത് ആ ഒരു ദിവസത്തെ ഒരു ബട്ടർഫ്ലൈനെ പോലെ ഇങ്ങനെ പറഞ്ഞു നടത്തേണ്ട നമ്മൾ ചെയ്യും. പക്ഷേ അറ്റ് ദ സെയിം ടൈം നെക്സ്റ്റ് ഡേ ഓർ ആഫ്റ്റർ നെക്സ്റ്റ്, അതായത് 2 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ നമ്മളിപ്പോ ചിലപ്പോ നമ്മുടെ മനസ്സിൽ ഭയങ്കര ദുഃഖമോ അല്ലെങ്കിൽ ഭയങ്കര എന്തൊക്കെയോ ഒരു വിഷമങ്ങൾ കൊണ്ട് നമ്മൾ അത്ര എനർജറ്റിക് അല്ല, സ്മാർട്ട് അല്ല. നമ്മളിങ്ങനെ ഒതുങ്ങിയും കൂടി ആ ദിവസത്തെ എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി നീക്കി വീട്ടിൽ പോയാൽ മതി എന്ന് വിചാരിച്ച് നടക്കും. സോ കണ്ടോ, അപ്പൊ സിറ്റുവേഷൻ അനുസരിച്ച് ഓൾസോ പേഴ്സണൽ ബിഹേവിയറിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്തിനെ കുറിച്ച് പഠിക്കണം? പേഴ്സണാലിറ്റിയെ കുറിച്ച്, ആളുകളുടെ സ്വഭാവ ഗുണങ്ങൾ, ട്രേറ്റ്സ് മീൻസ് ക്യാരക്ടർ, സ്വഭാവം, അല്ലെ? പ്രീഡിസ്റ്റൈൻഡ്, മുൻകൂട്ടി നിശ്ചയിക്കുന്ന കുറെ പാരാമീറ്റേഴ്സ് ആണ് എംപ്ലോയീസിന്റെ. അതായത് ഒരു എംപ്ലോയിന്റെ ബിഹേവിയറൽ പാറ്റേൺ, അവരുടെ സ്വഭാവ ഗുണങ്ങള്, പേഴ്സണാലിറ്റി, വ്യക്തിത്വ ഗുണങ്ങള്, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് എംപ്ലോയീസിന്റെ ബിഹേവിയർ അതൊക്കെ നമുക്ക് നേരത്തെ കൂട്ടി മനസ്സിലാക്കണം. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഈ ബിഹേവിയർ പാറ്റേൺ ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? പ്രീഡിറ്റർമിൻ ചെയ്യണം, മുൻകൂട്ടി നിശ്ചയിക്കാനായിട്ട് പറ്റണം. എന്നാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവരെ ശരിയായ രീതിയിൽ മോൾഡ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ ഓർഗനൈസേഷൻ ആവശ്യമായ രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി ആക്കാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായോ? ഒരു പേഴ്സൺ എല്ലാവരും വ്യത്യസ്തരാണ്, പക്ഷെ നമുക്ക് ഇവരെയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റ്, സക്സസ്, അതാണ് ബിസിനസ്സുകാരുടെ ലക്ഷ്യം. അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഇവരുടെ പേഴ്സണാലിറ്റി ഒക്കെ മനസ്സിലാക്കണം. സോ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി തിയറി.
ഒരുപാട് സൈക്കോളജിസ്റ്റുകളൊക്കെ പേഴ്സണാലിറ്റിയെ കുറിച്ചൊക്കെ ഒത്തിരി പഠിച്ച് പല കാര്യങ്ങളും അതുകൊണ്ടൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ആളുകളുടെ ട്രേറ്റ്സ്, ദാറ്റ് മീൻസ് സ്വഭാവ ഗുണങ്ങള്, എന്ത് ടൈപ്പ് ആളുകളാണത്, അവര് പിന്നെ എന്താ പറയാ സോഷ്യൽ സൈക്കോളജിക്കൽ, സാമൂഹികപരമായിട്ടുള്ളത്, മാനസികപരമായിട്ടുള്ള കാര്യങ്ങള് ഒക്കെ പഠിച്ച് സെൽഫ് തിയറി ഒക്കെ കണ്ടെത്തി ഒരുപാട് കാര്യങ്ങള് എന്ത് ചെയ്യുന്നത് നമ്മളുടെ പേഴ്സൺസിനെ കുറിച്ച് പഠിക്കാനും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് ഈ പേഴ്സണാലിറ്റിയെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതൊക്കെ ഡിഫറെന്റ് സൈക്കോളജിസ്റ്റുകളൊക്കെ പല രീതിയിലും പഠിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, എന്താ പറയാ ഇനി ഈ ഓരോ തിയറി ഓരോരുത്തരും ഇങ്ങനെ പല രീതിയിലും സൈക്കോളജിസ്റ്റുകൾ മെനി ക്യാരക്ടറിസ്റ്റിക്സ്, ഒരുപാട് സ്വഭാവ ഗുണങ്ങളൊക്കെ നോക്കി പഠിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഓരോ തിയറിക്കും അതിൻ്റെതായ ഒരു പുതുമ, അവരുടെ പേഴ്സണാലിറ്റിനെ കുറിച്ചുള്ള പഠനങ്ങളുടെ ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ട്, ഓരോ രീതിയിലാണ് ആളുകൾ ചിന്തിക്കുന്നത്. മനസ്സിലായി? അപ്പൊ ഓരോ സൈക്കോളജിസ്റ്റും തിങ്ക് ഓൺ ദെയർ ഓൺ വേ, അവർ അവരുടെ രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കുന്നു. പേഴ്സണാലിറ്റി സിറ്റുവേഷൻ അനുസരിച്ച്, പേഴ്സൺസ് അനുസരിച്ച്, സ്വഭാവം നേച്ചർ അനുസരിച്ച് ഡിഫറെന്റ് ആണ്, വെരീഡ് ആണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നു. മനസ്സിലായോ? ഫസ്റ്റ് പാരഗ്രാഫാണ് നമ്മളിപ്പോ ഇത്രയും നേരം കടന്ന് പറഞ്ഞത്. എല്ലാം ഇത്രേ ഉള്ളൂ. പേഴ്സണാലിറ്റി ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ എ ബിസിനസ് ഓർഗനൈസേഷൻ വിച്ച് റിഫ്ലക്ട്സ് ഇൻ ദ ജോബ് പെർഫോമൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒറ്റ സെന്റൻസ് ഇത്രേ ഉള്ളൂ. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ അവൻ ചെയ്യുന്ന ജോലിയിൽ അത് റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഏത് രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് എന്നുള്ളത് എന്റെ ജോബ്, ഞാൻ ചെയ്ത ടാസ്ക് എത്രത്തോളം ഭംഗിയായി ചെയ്തു എന്ന് നോക്കിയാൽ മതി. അപ്പൊ എന്റെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? ക്ലിയർ ആയോ? അതാണ് ഏറ്റവും ചുരുക്കത്തിൽ ഒറ്റ സെന്റൻസ് നമുക്ക് പറയാൻ പറ്റുക. ക്ലിയർ ആയോ? ഫസ്റ്റ് പാരഗ്രാഫ് മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കാനോ, എന്നിട്ട് ഞാൻ അണ്ടർലൈൻ ചെയ്യാനുള്ളത് പറഞ്ഞുതരാം. ആ ഒരു പാരഗ്രാഫ് പെട്ടെന്ന് വായിച്ചു നോക്കിയേ. വായിച്ചോ? വായിച്ചോ? യെസ്. സോ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. അണ്ടർലൈൻ ചെയ്യുന്ന സെന്റൻസിന്റെ മീനിങ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരും കേട്ടോ. സെന്റൻസ് വായിച്ച്, അല്ലെങ്കിൽ നമ്മൾ സെന്റൻസ് ഒന്നും വായിച്ചില്ലെങ്കിൽ വായിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടുണ്ട് പഠിക്കാനായിട്ട്. കാര്യങ്ങൾ ഇതിന് അകത്തുള്ള കാര്യം എന്താണെന്ന് നമ്മള് വളരെ സമറൈസ് ചെയ്ത് മനസ്സിലാക്കിയിരിക്കുക. അടയാളപ്പെടുത്തുന്ന സെന്റൻസുകള് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാം, മോക്ക് ടെസ്റ്റുകൾ. ഓക്കെ, പേഴ്സണാലിറ്റി ഇസ് എ കോൺസെപ്റ്റ് ദാറ്റ് വി യൂസ് കണ്ടിന്യൂസ്ലി ഇൻ അവർ ഡേ ടു ഡേ റുട്ടീൻ വൈൽ ഡീലിംഗ് വിത്ത് പീപ്പിൾ. ആളുകളുമായിട്ടുള്ള ഡീലിംഗ്സിൽ, നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പേഴ്സണാലിറ്റി. ഒരാളെ കാണുമ്പോൾ അപ്പൊ തന്നെ മനസ്സിൽ വരണം, ആലോചിക്കണം ആളുടെ പേഴ്സണാലിറ്റി എന്താണ്. ഒരാളെ നമ്മൾ അളക്കുന്നത് അവരുടെ പേഴ്സണാലിറ്റി വെച്ചിട്ടാണ് തീർച്ചയായിട്ടും, അല്ലെ? കേട്ടോ, എന്ത് ഭംഗിയുള്ള, എന്ത് രീതിയിലാണ്, നല്ല രീതിയിലുള്ള പെരുമാറ്റം, നല്ല രീതിയിൽ എന്താ പറയാ കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള കഴിവ്, കണ്ടോ? ദാറ്റ് ഈസ് ദ പേഴ്സണാലിറ്റി ഓഫ് എ പേഴ്സൺ. ഒരാളെ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ കുറിച്ച് നമ്മൾ എന്ത് മനസ്സിലാക്കി, അതിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് വിളിക്കുക. ഇവിടെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സുമായിട്ട് കൂടുതൽ ഡീൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒട്ടും തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കോൺസെപ്റ്റ് ആണ് പേഴ്സണാലിറ്റി. ഡിഡ് യു ഗെറ്റ് ദ മീനിങ് ഓഫ് ദാറ്റ് സെന്റൻസ്? ഒന്നാമത്തെ സെന്റൻസിന് അർത്ഥം മനസ്സിലായോ? ഇമ്പോർട്ടന്റ് ആണ്, ഓർക്കുക. ഓക്കെ, യെസ്. അടുത്ത സെന്റൻസ് നമുക്ക് അണ്ടർലൈൻ ചെയ്യാനുള്ളത് the personality of, this means that എന്ന് പറഞ്ഞ സെന്റൻസ് തുടങ്ങിയേക്കണേ, അവിടെ ഒന്നും വേണ്ട. The personality of an individual depicts, depict ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ പറയാ,
വെളിവാക്കുക, വെളിപ്പെടുത്തുക എന്നൊക്കെയുണ്ട്. Individuals depicts personal characteristics and traits which can lead to the studying patterns of human behavior. അതായത് മനുഷ്യന്മാരുടെ ബിഹേവിയർ, പെരുമാറ്റം, എന്താ ശീലങ്ങൾ, അതൊക്കെയാണ് ഒരു ആളുകളുടെ പേഴ്സണൽ ക്യാരക്ടേഴ്സിന്റെ പേഴ്സണാലിറ്റിയിലൂടെ നമുക്ക് മനസ്സിലാക്കുക. എന്റെ ക്യാരക്ടർ എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ചിലർക്ക് ഒരു ദിവസമൊക്കെ കൂടെ താമസിച്ചാലും നമ്മുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ചില ആൾക്കാർ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് വാച്ച് ചെയ്തിട്ട് മനസ്സിലാക്കും. ഇങ്ങനെയൊക്കെ ഓരോ രീതിയാണ് ആളുകളെ മനസ്സിലാക്കാനുള്ള ഓരോരുത്തരുടെ കഴിവ്. എല്ലാവർക്കും ഒരുപോലെയല്ല കേട്ടോ. ചില ആൾക്കാർ കുറെ നാൾ കൂടെ നിന്ന് എന്നിട്ടും ആ കൂടെ നിന്ന ആളുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, നമ്മൾ അങ്ങനെയാണ്, മനുഷ്യർ അങ്ങനെയാണ്. മനുഷ്യൻ പലവിധമാണ്, ബഹുജനം പലവിധം അല്ലെ? അങ്ങനെ എന്താണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഇല്ലേ? അങ്ങനെയല്ലേ? നമ്മളെല്ലാവരും ഒരുപോലെയല്ല. നമ്മുടെ പേഴ്സണാലിറ്റിയില്, നമ്മുടെ ക്യാരക്ടർ ട്രേറ്റ്സ്, സ്വഭാവത്തില്, അതുപോലെ ബിഹേവിയർ, പെരുമാറ്റശീലങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. ചില ആളുകൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നു, കുളിച്ചിട്ട് കിച്ചണിൽ കയറുന്നു, ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കി കുടിക്കുന്നു, അല്ലെങ്കിൽ ചായ ഉണ്ടാക്കി കുടിക്കുന്നു, അല്ലെങ്കിൽ ചില ആൾക്കാർ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുന്നു, അല്ലെങ്കിൽ ചില ആൾക്കാർ എന്താ പറയാ വെറുതെ വെള്ളം കുടിക്കുന്നു, സാധാരണ വാട്ടർ കുടിക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ചെയ്യുന്നു. ചില ആൾക്കാർ എഴുന്നേറ്റ് വരുന്ന സമയത്ത് തന്നെ വെറുതെ മുഖം കഴുകുന്നു, ഓടിച്ചെന്ന് അടുക്കളയിൽ പോയിട്ട് വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ കാപ്പി ഉണ്ടാക്കി കുടിക്കുകയോ ചെയ്യുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് പിന്നീട് അല്ലെങ്കിൽ എല്ലാ പണിയും തീർത്തിട്ടാണ് ചില ആൾക്കാർ കുളിക്കാനായിട്ട് പോവുക. പല നേച്ചറാണ്. ഞാനിപ്പോ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു. അപ്പൊ ബിഹേവിയറൽ പാറ്റേണില്, രീതികളില്, ഓരോരുത്തരുടെ പെരുമാറ്റശീലങ്ങളില്, സ്വഭാവ ഗുണങ്ങളില് ഒത്തിരി വൈവിധ്യങ്ങളുണ്ട് കേട്ടോ. അതിനെ കുറിച്ചൊക്കെ പഠിക്കാം. അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് ഇപ്പൊ രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തില്ലേ? രണ്ടാമത്തെ സെന്റൻസ് അല്ല, രണ്ടാമത്തെ ഒരെണ്ണം അണ്ടർലൈൻ ചെയ്തില്ലേ എന്നാണ്. ഇനി പേഴ്സണാലിറ്റിയുടെ ഒരുപാട് തിയറീസ് ഉണ്ട്. തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി ആർ മെനി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആർ. കൂടുതൽ പേഴ്സണാലിറ്റിയുടെ കുറെ തിയറീസ് ഒക്കെ പല സൈക്കോളജിസ്റ്റുകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പ്രധാനമായിട്ട് എന്തിനെ സംബന്ധിക്കുന്നതൊക്കെയാണെന്ന് അറിയോ? ട്രേറ്റ്, സ്വഭാവം, ടൈപ്പ്, ഓരോ രീതി, ഓരോ വ്യക്തികളുടെ രീതി അനുസരിച്ച്. സൈക്കോ അനലിറ്റിക് എന്ന് പറഞ്ഞാൽ മനോവിശ്ലേഷണം, ഇത് മനസ്സിനെ വിവേചിച്ചറിയാനുള്ള ചില ആൾക്കാരുടെ കഴിവ്. ഓക്കെ, പിന്നെ സോഷ്യോ സൈക്കോളജിക്കൽ, സാമൂഹിക മാനസികപരമായിട്ടുള്ളത്, പിന്നെ സെൽഫ് തിയറി. ഇങ്ങനെ കുറെ തിയറീസ് ഉണ്ട്. ചില തിയറീസിന്റെ പേര് മാത്രം ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നു. പേഴ്സണാലിറ്റിയുടെ തിയറീസ് മേ ബി ഏതൊക്കെയാണ്? ട്രേറ്റ്, സൈക്കോ അനലിറ്റിക്, സോഷ്യോ സൈക്കോളജിസ്റ്റ് ആൻഡ് സെൽഫ് തിയറി. ഓക്കെ, സോഷ്യോ സൈക്കോളജിക്കൽ ആൻഡ് സെൽഫ് തിയറി. അതാണ് മൂന്നാമത്തെ സെന്റൻസ്. തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് തുടങ്ങി മാത്രം മതി. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, അപ്പൊ അതിന്റെ ആ ഒരു പാരഗ്രാഫില് 3 സെന്റൻസ് ആണ് നമ്മൾ അണ്ടർലൈൻ ചെയ്ത. ഈ 3 സെന്റൻസും നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കും. ഇതെല്ലാം കൂടി ഒരു ചെറിയൊരു കൺഫ്യൂഷൻ പോലെയാണ് കേട്ടോ. സോ ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ കോണ്ടന്റ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഓരോ ജോലി സ്ഥലത്തും, ഓരോ ജോലി ലോകത്തിന്റെ ഏത് ഭാഗത്ത് എവിടെയൊക്കെ ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ടോ അവിടുത്തെ എംപ്ലോയീസിന്റെ, അവിടുത്തെ ഇൻഡിവിജ്വൽസിന്റെ, അവരുടെ എന്താ പറയാ ഒരു ഓർഗനൈസേഷൻ നിലനിൽക്കണമെങ്കിൽ എന്താണ്? പാർട്ടിസിപ്പേഷൻ ഓഫ് എംപ്ലോയീസ് ഓർ ഇൻഡിവിജ്വൽസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ? ഒരു സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട്, നല്ല എനർജറ്റിക് ആയിട്ട്, സ്മാർട്ട് ആയിട്ടുള്ള ഒരു കൂട്ടം എംപ്ലോയീസ് ഉണ്ടാകണം. നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടായാൽ മാത്രമേ ആ ഒരു ഓർഗനൈസേഷന് എക്സിസ്റ്റൻസ് ഉള്ളൂ, നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? മുളച്ചതുപോലെ തന്നെ പെട്ടെന്ന് അത് കടപുഴകി വീഴും അല്ലേ? അല്ലെങ്കിൽ അത് പെട്ടെന്ന് എന്താ പറയാ തഴച്ചങ്ങോട്ട് വളർന്ന് ആളുകളുടെ ഇടയില്, സൊസൈറ്റിയുടെ, പബ്ലിക്കിന്റെ, ലോകത്തിന്റെ തന്നെ വലിയൊരു എന്താ പറയാ എന്താ പറയാ ഒരു ശൃംഖലയായിട്ടൊക്കെ മാറാനായിട്ട് അധികം താമസം വേണ്ടി വരില്ല. ഇഫ് ദ എംപ്ലോയീസ് ഓർ ഇൻഡിവിജ്വൽസ് ആർ എനർജറ്റിക്, അവര് നിലനിൽക്കുന്നത് നല്ല രീതിയിലാണെങ്കിൽ. അതെ, നമ്മളുടെ എന്താ പറയാ വീഗാലാൻഡ് വണ്ടർലാ, വീഗാലാൻഡ് എന്നായിരുന്നു പണ്ട് പേര്. ഇപ്പൊ അത് മാറ്റി വണ്ടർലാ എന്നാക്കി. പോകാറുണ്ടോ വണ്ടർലയിലൊക്കെ? വണ്ടർലയിൽ പോകാറുണ്ടോ? പോയിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല. നമ്മളുടെ PG ഒക്കെ കഴിഞ്ഞ് വരുമ്പോ കോൺവെക്കേഷൻ വന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ ആണെങ്കിൽ ഒരു ദിവസം കൂടി കൂടുതൽ സ്റ്റേ ചെയ്തു വണ്ടർലയിലൊക്കെ ഇറങ്ങിയിട്ട് പോണേ.
നല്ല ഇതാണ്. നിങ്ങളുടെയും അവിടെ അതുപോലെയുള്ള അമ്യൂസ്മെന്റ് പാർക്കുകളൊക്കെ ഉണ്ടായിരിക്കും. വണ്ടർല ഞാൻ എടുത്ത് പറയാൻ കാരണം വണ്ടർല എന്ന് പറയുന്നത് എന്താ പറയാ വിഗലാൻഡ് ആയിരുന്നതിന് മുമ്പ് അതിന്റെയൊക്കെ ഒരു സ്ഥാപകനുണ്ട് അല്ലെ. എത്ര ഐഡിയാസ് ആണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നിട്ട് അത്രയും വലിയൊരു അമ്യൂസ്മെന്റ് പാർക്ക് ഒക്കെ ഉണ്ടാക്കി ആളുകളെ എന്താ പറയാ ഫാന്റാസ്റ്റിക് വേൾഡിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മായാലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ ഐഡിയകളൊക്കെ പുള്ളി സെറ്റപ്പ് ചെയ്തിരിക്കുന്ന അല്ലെ. വളരെ ചെറിയ ഒരു ബിസിനസ് ആയിട്ട് പുള്ളി തുടങ്ങിയത്. ഒരു എന്താ പറയാ നമ്മുടെ സ്റ്റെബിലൈസേഴ്സ് തോന്നുന്നു. സ്റ്റെബിലൈസർ അല്ലേ, സ്റ്റെബിലൈസർ ഇടിവെട്ടൊക്കെ വരുമ്പോ നമ്മളുടെ റെഫ്രിജറേറ്ററിനെയും അതുപോലുള്ള വലിയ എന്താ പറയാ ഹെവി ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഫങ്ഷൻ ചെയ്യുന്ന ചില സാധനങ്ങൾ, TV പോലെയുള്ള സാധനങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ, ഇടിമിന്നലിൽ നിന്ന് മറ്റൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ, പെട്ടെന്നുണ്ടാകുന്ന ഈ കറണ്ട് വേരിയേഷനിൽ ഇതൊക്കെ പെട്ടെന്ന് അടിച്ചു പോകും. അതിനെയൊക്കെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് സ്റ്റെബിലൈസർ. ഇതിപ്പോ മിക്ക വീടുകളിലും അത് ഉപയോഗിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലയിടത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പണ്ടത്തെ അത് വെച്ചിട്ട് അങ്ങനത്തെ ഒരു ബിസിനസ് ആയിട്ട് തുടങ്ങിയതാണ്. ഇതൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എന്താ പറയാ അമ്പരപ്പിക്കുന്ന, വണ്ടർ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം. വണ്ടർല പോലെയുള്ള ഒരു വലിയ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഒരു ഫൗണ്ടർ അല്ലെ, ഒരു എസ്റ്റാബ്ലിഷർ എന്ന രീതിയിൽ അദ്ദേഹം വളർന്നു. എന്തുകൊണ്ട്? അപ്പൊ ഓരോ കാര്യങ്ങളും അങ്ങനെ ചെറുതിൽ നിന്നാണ് അങ്ങനെ വളർന്ന് പന്തലിക്കുക. അതിന് എന്താണ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ എംപ്ലോയീസ് ആർ വെരി നെസസറി. ഇന്നത്തെ കാലത്ത് അവരുടെ ഹ്യൂമൻ കോണ്ടാക്ടിന് വളരെയധികം പങ്കുണ്ട്. മനുഷ്യന്മാരുടെ പ്രവൃത്തി, മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, അവരുടെ എംപ്ലോയീസ് എങ്ങനെ ഡീൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ എന്താ പറയാ പേഴ്സണാലിറ്റിയെ കുറിച്ച് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ടു അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ കോണ്ടാക്ട് in today's world as the existence of an organization. ഒരു ഓർഗനൈസേഷന്റെ എക്സിസ്റ്റൻസ് നിലനിൽപ്പ് എവിടെ ആശ്രയിച്ചിരിക്കുന്നു? ഡിപ്പെൻഡ്സ് ഓൺ ദ എംപ്ലോയീസ് ഓർ ഇൻഡിവിജ്വൽസ്. അത് ഇമ്പോർട്ടന്റ് ആണ്, സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഒരു ഓർഗനൈസേഷന്റെ നിലനിൽപ്പ് എവിടെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? എംപ്ലോയീസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിലാണ് ആശ്രയിക്കുന്നത് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ കോണ്ടാക്ടിനെ കുറിച്ച്, മനുഷ്യന്മാരുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. See, without understanding human conduct, മനുഷ്യന്മാരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ, മനുഷ്യന്റെ പെരുമാറ്റ ചട്ടങ്ങൾ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ സ്വഭാവങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാകാതെ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു വർക്ക്. ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. മനുഷ്യനെയാണ് ആദ്യം നിയന്ത്രിച്ച് അവനെയാണ് ഏറ്റവും നന്നായി ഹാൻഡിൽ ചെയ്യേണ്ടത്, അവനെയാണ് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യേണ്ടത്, അവന്റെ ജോലിയാണ് നമ്മൾ കൃത്യമായിട്ട് അസസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവരെ മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ചെയ്തില്ല എങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. സോ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളുടെ എന്താ പറയാ ഈ ഒരു ചാപ്റ്ററിന്റെ ഉദ്ദേശം. ആൻഡ് അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്താ പറയുക, ഇതില് ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് ഓരോ സമയത്ത് അവരുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. നമ്മൾ പറഞ്ഞു എല്ലാവർക്കും പല സ്വഭാവമാണ്. ഈ പല സ്വഭാവം മനുഷ്യന് സമയത്തിന്റെ വ്യത്യാസത്തിലും സ്വഭാവ വൈവിധ്യങ്ങൾ കാണിക്കും. രാവിലെ എനിക്ക് ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു. കൊച്ചുങ്ങളോടൊക്കെ നമ്മൾ പറയില്ലേ, കാലത്ത് നീ എന്നിട്ട് നമുക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, ഇപ്പൊ നിനക്ക് എവിടെ പോകുന്നു, വാശി കയറുന്നു, എന്താണ് നിന്റെ വേഷം കെട്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിള്ളേരെ പഴകാറുണ്ട്. നമുക്കും ഉണ്ടാവാറുണ്ട് അങ്ങനെ സ്വഭാവ വൈവിധ്യങ്ങൾ ടൈം അനുസരിച്ച്. ഈ മാറില്ലേ? ഇപ്പൊ കാലത്ത് നമ്മൾ വളരെ സന്തോഷത്തോടൊക്കെ നല്ല രീതിയിലൊക്കെ നമ്മള് ബെഡിന്നൊക്കെ എഴുന്നേറ്റ് പോന്നു. ഇന്നത്തെ നമ്മള് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം. ഇന്ന് ഞാൻ വലിയ കാര്യമായിട്ട് ആരോട് പറക്കൂടെന്ന് അവിടെ ഒന്ന് പറയാനായിട്ട് ഇടവരുത്തരുന്നൊക്കെ പ്രാർത്ഥിച്ചൊക്കെ നമ്മൾ എഴുന്നേറ്റ് പോരും. പക്ഷേ when the situation changes, ബാക്കിയുള്ള ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോ നമ്മളുടെ സിറ്റുവേഷൻ മാറി വരുമ്പോ ചിലപ്പോ നമ്മൾ ഈ കാലത്ത് പ്രവർത്തിച്ചതൊന്നും നമ്മളുടെ മനസ്സിലേക്ക് ഇല്ല. നമ്മൾ ചാടുന്നു, ഒച്ചയുണ്ടാക്കുന്നു, ബഹളം വെക്കുന്നു, കുട്ടികളെ പിടിച്ച് അടിക്കുന്നു, ഓടിക്കുന്നു, അല്ലെ, കാണുകയും കണ്ടവരോടൊക്കെ ദേഷ്യപ്പെടുന്നു, ഇതൊക്കെ വരും. കണ്ടോ? ഫ്രം ടൈം ടു ടൈം ഹ്യൂമൻ ബിഹേവിയർ ചേഞ്ചസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരുടെ സ്വഭാവങ്ങൾ സമയാസമയങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ മനുഷ്യന്മാരെ പിടികിട്ടാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷനിൽ പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കി തന്നെ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ ബിഹേവിയർ, ലെറ്റ് us see how the perception of human being has changed from time to time. ഒരുപാട് വ്യത്യാസങ്ങൾ മനുഷ്യരിൽ വന്നിട്ടുണ്ട്. ഈ മനുഷ്യന്മാരിലെ വ്യത്യാസങ്ങൾ എന്തിലൊക്കെയായിരിക്കാം? അവരുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തിൽ, അവരുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവത്തില്, അവരുടെ വാല്യൂസ്, അവരുടെ മൂല്യങ്ങള്, അവരുടെ പെർസെപ്ഷൻസ്, അവരുടെ ഓരോ എന്താ പറയാ ധാരണകൾ, അവർക്ക് ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള അവരുടെ ചിന്തകള്, പിന്നെ മോട്ടീവ്സ്, ഓരോരുത്തരുടെയും അവരുടെ ലക്ഷ്യങ്ങള്, ആസ്പിറേഷൻസ്, എന്താ പറയാ
ഓരോ കാര്യങ്ങളിലേക്കും അവര് എടുക്കുന്ന ചില എന്താ പറയാ ആസ്പിറേഷൻ, ഓരോ കാര്യങ്ങളോടുമുള്ള അവരുടെ ഓരോ രീതികൾ, പിന്നെ അവരുടെ കഴിവുകൾ, ഇതൊക്കെ ഒരു ഓർഗനൈസേഷന്റെ ഇൻഡിവിജ്വൽസിൽ നമുക്ക് കാണാവുന്ന വ്യത്യാസങ്ങൾ. ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. പേഴ്സണാലിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകാം, ആറ്റിറ്റ്യൂഡ്സിൽ വ്യത്യാസമുണ്ട്, വാല്യൂസിലുണ്ട്, പെർസെപ്ഷൻസിലുണ്ട്, അവരുടെ ആസ്പിറേഷൻസിലുണ്ട്, അവരുടെ എബിലിറ്റീസും എല്ലാം സെയിം അല്ല, എല്ലാം ഡിഫറെന്റ് ആണ് ഓരോ വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. All organizations are formed of individuals with different personality, different attitude, different values, different perception, different motives, different aspirations and different abilities. അങ്ങനെയാണ് ശരിക്കും നമ്മൾ പറയേണ്ടത്. പക്ഷെ ഇവിടെ ഡിഫറെന്റ് നമ്മൾ കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കേണ്ട, അതിനുവേണ്ടിയാണ് മറ്റു പ്രാവശ്യം ഇരിക്കുന്നത്. ക്ലിയർ? മനസ്സിലായോ? ആ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ രൂപീകരിച്ചിരിക്കുന്നത് തന്നെ വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ, വ്യത്യസ്ത മനോഭാവങ്ങൾ, വ്യത്യസ്ത മൂല്യങ്ങൾ, വ്യത്യസ്ത മോട്ടീവ്സ്, ലക്ഷ്യങ്ങൾ, വ്യത്യസ്ത എബിലിറ്റീസ് ഒക്കെയുള്ള ഇൻഡിവിജ്വൽസുമായിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. അപ്പൊ നമ്മൾ ബിഹേവിയർ എന്നതിനെ കുറിച്ച് പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? In order to understand that individuals are different. ഈ മനുഷ്യന്മാരൊക്കെ വ്യത്യസ്തരായതുകൊണ്ടാണ് ഈ സ്വഭാവ വിദ്യയെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ പഠിക്കണോ? എല്ലാവരും ഒരുപോലെ ഇത് പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്നെപ്പോലെ തന്നെയാണ് ഞാൻ നമ്മുടെ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ബാക്കി എല്ലാ എംപ്ലോയീസിലെങ്കിൽ എല്ലാവരെയും കുറിച്ചും ഓരോരുത്തരെ കുറിച്ച് ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? No, there is no reason for that. അതിനൊരു കാര്യമില്ല. But if all are same, if all are having equal personalities, all are having similar characteristics, all are having similar attitude, എല്ലാവർക്കും ഒരേ മനോഭാവം, എല്ലാവർക്കും ഒരേപോലത്തെ കഴിവ്, ഇവരെ കുറിച്ച് എന്തും പഠിക്കണം. ഇവരുടെ സ്വഭാവത്തിനെ കുറിച്ച് എന്തുകൊണ്ട് പഠിക്കണം? ഡിഫറെന്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച്, ഹ്യൂമൻ കണ്ടക്റ്റിനെ കുറിച്ചിട്ട്, ഹ്യൂമൻ പേഴ്സണാലിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കേണ്ടി വരുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? മനസ്സിലായോ? അടുത്ത സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. The main reason to understand behavior is that individuals are different. കണ്ടോ? മനുഷ്യന്മാർ വ്യത്യസ്തരായതുകൊണ്ടാണ് ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടി വരുന്നത്. എന്നെ കുറിച്ച് പഠിക്കണമെങ്കിൽ എന്നെ കുറിച്ച് സ്വഭാവം അല്ല വേറെ ആൾക്ക്, അപ്പൊ എന്നെ കുറിച്ച് വേറെ പഠിക്കണം, വേറെ ആളെ കുറിച്ച് വേറെ പഠിക്കണം. ഓക്കെ, ഓരോ വ്യക്തികളെ കുറിച്ച് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ബിക്കോസ് നോ ടു ഇൻഡിവിജ്വൽസ് ആർ അലൈക്ക്. നമ്മൾ നേരത്തെ ഡിപ്ലോമയിൽ കണ്ട അതേ സെന്റൻസ് വീണ്ടും ഇവിടെ കോട്ട് ചെയ്തിരിക്കുകയാണ്. നോ ടു ഇൻഡിവിജ്വൽസ് ആർ അലൈക്ക്. രണ്ട് ആളുകളെ നമ്മൾ എടുത്തു നോക്കിയാൽ രണ്ടുപേരും ഒരുപോലെയല്ല. ക്ലിയറായോ? മനസ്സിലായ? അവിടെ വരെ ഒന്ന് വായിച്ചു നോക്കൂ. രണ്ട് കുഞ്ഞ് പാരഗ്രാഫുകളും അടുത്ത രണ്ട് സെന്റൻസും. അധിക ദിവസമായതുകൊണ്ടും പിന്നെ നമുക്ക് എന്താ പറയാ, ഒരു പുതിയ ടോപ്പിക്കാണ്. നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചത് ഇന്നും വ്യത്യസ്തമായിട്ടില്ല. അന്ന് നമ്മൾ പഠിച്ചത് എംപ്ലോയീസിന്റെ ഒക്കെ എംപ്ലോയീസ് റിലേറ്റഡ്, എംപ്ലോയീസ് എന്ന രീതിയിൽ കണക്കിലെടുത്തിട്ട് അവരുടെ എന്താ പറയാ, അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ, അവരുടെ ട്രെയിനിങ്, അവരുടെ റിക്രൂട്ട്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അവരുടെ ബെനിഫിറ്റുകൾ, എംപ്ലോയീസിന് കിട്ടുന്ന സാലറി, മറ്റു ബെനിഫിറ്റുകളൊക്കെ, പിന്നെ അവരുടെ കംപ്ലൈന്റുകൾ, ഇതൊക്കെയാണ്. ഇവിടെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള എംപ്ലോയീസിന്റെ ചില പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് അത്തരം ഒരു ഡിഫറെന്റ് ടോപ്പിക് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ബാക്കി അടുത്ത ദിവസം നമ്മൾ എടുക്കുന്നതായിരിക്കും. മനസ്സിലായോ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇവിടെ വരെ നന്നായിട്ട് ഒന്ന് വായിച്ചൊക്കെ നോക്കിയിട്ട് അടുത്ത ദിവസം ക്ലാസ്സിൽ വരണേ. തരുന്ന മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ വായിക്കുക. 1-2 പ്രാവശ്യമൊക്കെ കിട്ടുന്ന സമയത്ത് ഇത് വായിക്കാം. ഒരവറിലുള്ള അപ്പൊ തന്നെ 1-2 പ്രാവശ്യം വായിച്ചിട്ട് പിന്നെ ബുക്ക് PDF മാറ്റി വെച്ചാൽ മതി. കാരണം 1-2 പ്രാവശ്യം അപ്പൊ തന്നെ വായിച്ചു നോക്കുക. പിന്നെ എല്ലാം കൂടി ഇങ്ങനെ ബർഡനായിട്ട് ഇങ്ങനെ കുന്നുകൂട്ടി വെച്ച് നമ്മൾ വലിയ ഒരു ഇതാക്കി വെക്കണ്ട കേട്ടോ. എന്നാ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് മാത്രം. ഫസ്റ്റ് ഡേ ഒക്കെ എല്ലാ ടീച്ചേഴ്സും ഇത്തിരിയൊക്കെ എടുത്തിട്ടുള്ളൂ, എടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം അടുത്ത ദിവസം തന്നെ നമ്മൾ നിങ്ങളെ എടുപ്പിച്ചു. ഒരു 1-2 ഉണ്ടല്ലോ വന്നപ്പോഴേ ടീച്ചർ ഇത്രയും കൂടെ എടുത്തോ എന്നൊക്കെ പിള്ളേര് ചിന്തിക്കും. കുറച്ചു കുട്ടികൾ മാത്രമേ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ആക്റ്റീവായിട്ട് ഇപ്പൊ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ റെക്കോർഡഡ് ക്ലാസ് ആണ് കാണുന്നത്. ഓക്കെ, അപ്പൊ റെക്കോർഡഡ് ക്ലാസ് കാണുന്നവരോടുകൂടി പറയാണ്, ക്ലാസ് മിസ്സാകാതെ എല്ലാ ദിവസവും ആ 1 മണിക്കൂർ ക്ലാസ് കാണുക. റെക്കോർഡഡ് ആണെങ്കിൽ റെക്കോർഡഡിനെ
തന്നെ നോക്കി കണ്ട് മനസ്സിലാക്കി അതിനുശേഷം നിങ്ങളുടെ PDF ഒക്കെ വായിച്ചു നോക്കി മോക്ക് ടെസ്റ്റുകളൊക്കെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ലാസ്റ്റ് വന്ന ആളാരാ? ഒരാൾ പുതിയത് വന്നല്ലോ. നോക്കട്ടെ, ഞാൻ പറയാം. സുമയ്യ എവിടെ പോയിരിക്കുന്നു? സുമയ്യ കേൾക്കണ്ടോ പറയുന്നത്? സുമയ്യനൊന്ന് കിട്ടണമല്ലോ, ഒന്ന് സംസാരിക്കോ സുമയ്യ? സൗണ്ട് പറഞ്ഞോളൂ മാം. നേരത്തെ കുറെ പ്രാവശ്യം വിളിച്ചു. സുമയ്യ ഓ, HRM ഡിപ്ലോമയിലെ ഏത് ബാച്ചിലായിരുന്നു? ഞാൻ 9th ബാച്ച്. ഇപ്പൊ കോൺവെക്കേഷൻ കഴിഞ്ഞ ബാച്ച്. കോൺവെക്കേഷൻ വന്നിരുന്നു സുമയ്യ? ഞാൻ വന്നിരുന്നു. എന്നോട് മാമിനെ കണ്ടിരുന്നല്ല. വന്ന് ആണ്. ഓക്കെ, ഇപ്പൊ കുറച്ച് നമ്മള് ക്ലാസ്സിന്റെ തുടക്കം കുറെ പ്രാവശ്യം സുമയ്യനെ വിളിച്ചു. അപ്പൊ എനിക്ക് കേൾക്കണ്ടായില്ല, തിരിച്ച് റെസ്പോണ്ട് ചെയ്തോന്ന് എനിക്കറിയില്ല. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായി പിന്നെ വന്നപ്പോ. കോൺവെക്കേഷൻ എങ്ങനെയുണ്ടായിരുന്നു? ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു പറഞ്ഞത്? ക്ലാസ് ഒക്കെ അടിപൊളിയായിരുന്നു. അതല്ല ഞാൻ PGക്ക് ചേർന്നത്. പിന്നെ കോൺവെക്കേഷനും ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേലും നല്ലതായിരുന്നു കോൺവെക്കേഷനും. പിന്നെ പിന്നെന്താ, ക്ലാസ് ഒക്കെ ടീച്ചർമാരൊക്കെ അടിപൊളിയാണ്. എല്ലാവർക്കും നേരിട്ട് കണ്ടല്ലോ എല്ലാ ടീച്ചേഴ്സിനെയും അല്ലേ? ഞാൻ രേഷ്മ മിസ്സിന് പോയി സംസാരിച്ച അന്ന് സോളി മിസ് ഒക്കെ ലീവായിരുന്നു. അന്ന് വരാൻ പറ്റിയില്ല. ആതിര മാമും ലീവായിരുന്നു. അപ്പൊ അപ്പൊ എല്ലാവരും ഇതുപോലെ ഇനി അവിടെ ഡിപ്ലോമയുടെ കോൺവെക്കേഷൻ സുമയ്യ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ എന്താ പറയാ ഡിപ്ലോമയ്ക്ക് വരാൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്ത് വരാൻ പറ്റുന്നവർ വരിക. അതല്ലാത്തവർ നമുക്ക് ഇനി ഇവിടെയൊക്കെ കാണാം. കോൺവെക്കേഷൻ തന്നെ കാണാൻ പറ്റുന്നത് PGയുടെ കൂടി കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നന്നായിട്ട് വായിച്ചു നോക്കട്ടാ. നന്നായി വായിച്ചു നോക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരു പേജ് കംപ്ലീറ്റ് ചെയ്തില്ല നമ്മള്. അത് കുറച്ച് അത്രയും എടുക്കാൻ ഞാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ അത്രയും എടുത്തു മാത്രം. ഓക്കെ, ഒരു പാരഗ്രാഫ് എടുക്കാമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. ഓക്കെ, സി യു, അടുത്ത ദിവസം കാണാം. ബൈ. താങ്ക് യു. താങ്ക് യു മാം. Okay. Thank you, ma'am. താങ്ക് യു മാം.